ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, പക്ഷേ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതായത് അല്പം അഡൽട്ട് ഓൺലിയാണ്, 18+ ആയ ആൾക്കാർക്ക് ഉള്ള ഒരു എപ്പിസോഡാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു സീരിയസ്നെസ്സോടു കൂടി കാണുക എന്നുള്ളതാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയ ഒരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ 18+ ആയ ആൾക്കാർക്കാണ് മെയിനായിട്ടും ഈ ഒരു ടോപ്പിക് ഉള്ളത്. എൻ്റെ എഡ്യൂക്കേഷൻ ചാനൽ മെയിനായിട്ടും കാണുന്നതും 18 മുതൽ 22 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്, അതായത് ഏകദേശം 52%. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കും വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും ഇത് വിത്ത് റെസ്പെക്ട് ടു ഗേൾസ് അല്ല, മറിച്ച് വിത്ത് റെസ്പെക്ട് ടു ബോയ്സ് ആണ്. ഗേൾസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ എപ്പിസോഡുകൾ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നല്ല വീഡിയോസ് കാണാൻ കിട്ടുമെന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കയറി വരാം. മെയിനായിട്ടും ബോയ്സിൻ്റെ കാര്യത്തിലാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മിത്ത് ആയി ഒരു കാര്യം വരുന്നത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. തീർച്ചയായും 5 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 5 കാര്യത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള സപ്പോർട്ടീവായ സ്പോസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കല്യാണം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങൾക്ക് അതനുസരിച്ച് തിട്ടപ്പെടുത്തി എടുക്കാവുന്നതുമാണ്. സോ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. അത് വരുന്നത് ട്രഡീഷണലായ നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ +2 കഴിഞ്ഞ് ഏകദേശം 90% ആൾക്കാരും പോകുന്നത് ഡിഗ്രി പഠിക്കാനാണ്. ബോയ്സിൻ്റെ കാര്യമാണ്, അതായത് UG കോഴ്സ്. സോ UG കോഴ്സിൽ ചില ആൾക്കാർ BA പഠിക്കും, ചില ആൾക്കാർ BCom പഠിക്കും, മറ്റു ചില ആൾക്കാർ BTech പഠിക്കും, BSc പഠിക്കും. അങ്ങനെ 3-4 വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ വയസ്സ് ഏകദേശം 21 to 22 ആകുന്നു. ചില ആൾക്കാർക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവും, അതൊക്കെ എഴുതിയെടുക്കുമ്പോൾ 22, 23 എന്നുള്ള ഒരു ഏജിലേക്ക് എത്തുകയും ജോബ് സെർച്ച് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. 2-3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം സുഹൃത്തുക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കാണുമ്പോൾ അവരുടെ സ്റ്റാറ്റസും ഫോട്ടോസും ആൽബംസും സോങ്സും അങ്ങനെ പല കാര്യങ്ങളും കണ്ടുവരുമ്പോൾ നമുക്കും കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യം വരും. അതല്ലെങ്കിൽ പാരൻസിന് കല്യാണം കഴിപ്പിക്കാനുള്ള താല്പര്യം വരും. സോ ആ ഒരു അവസ്ഥയിൽ കല്യാണം കഴിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒരു PG, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവിടെ ബാക്കിയായി വരുന്നു എന്നുള്ളതാണ്. UG കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായി PG ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ കാര്യമാണെങ്കിൽ PG കഴിഞ്ഞ് ഏകദേശം 25 ഇയേഴ്സ് ആകുമ്പോൾ ജോബിലേക്ക് കടക്കാനുള്ള താല്പര്യം വരും. ജോബിലേക്ക് കടന്നതിന് ശേഷം 2-3 വർഷം വീണ്ടും അവർ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിയാനുള്ള സാധ്യതയുമുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്തിന് നമുക്കറിയാവുന്നതുപോലെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് തീർച്ചയായും സ്വയം അറിയുകയും നമ്മുടെ സ്പോസുമായി, ഭാര്യയുമായി ചർച്ച ചെയ്യുകയും നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കാനുള്ളത് അയൽക്കാരുടെ അഭിപ്രായമാണ്. അയൽക്കാർ അഭിപ്രായം പറയും, അവർ എപ്പോഴും അഭിപ്രായം പറയും. നിങ്ങൾ എന്ത് ചെയ്താലും അവരുടേതായ ഒരു അഭിപ്രായവും ഉണ്ടാകും. സോ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണെങ്കിൽ അവരുടെ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് കരിയറിനെ വ്യതിചലിപ്പിക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു ട്രാജഡിയിലേക്കാണ് നയിക്കുന്നത്. കല്യാണത്തിൻ്റെ കാര്യവും സെയിം ആണ്. സോ 1-2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന പ്രഷർ നിങ്ങളുടെ അയൽക്കാരുടേതായ ഒരു സംഭാവനയായിരിക്കാം. അവരായിരിക്കാം ചിലപ്പോൾ ആ രീതിയിലുള്ള സജഷൻ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അയൽക്കാരുടെ അഭിപ്രായങ്ങൾ നേരിടേണ്ടി വരാം. സോ ആ ഒരു അവസ്ഥയിലും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കല്യാണം കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു താല്പര്യമുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, വിഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ്.
അതിൻ്റെ ഭാഗമായി നിങ്ങൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായും നല്ല കാര്യമാണ്. അതല്ല, നിങ്ങൾക്ക് അയൽക്കാരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കരിയറിൽ വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എക്സ്പെരിമെൻറ്റേഷൻ. അതായത് പരീക്ഷണങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറേയൊന്നും നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പരീക്ഷണം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ പ്രതിഫലം എന്നുള്ളത് നിങ്ങളുടെ സമയമാണ്. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. സമയം പോകുന്നതിനനുസരിച്ച് നമ്മുടെ വയസ്സും കൂടി വരും. വയസ്സ് കൂടുന്നതിനനുസരിച്ച് കമ്മിറ്റ്മെൻറ്റ്സും കൂടി വരും എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ്സ് കൂടുന്നു, എക്സ്പെക്റ്റേഷനും കൂടുന്നു. ഈ എക്സ്പെക്റ്റേഷൻ നമ്മുടെ പാരൻസിൻ്റെ നിന്നും നമ്മുടെ കുടുംബത്തിൻ്റെ ബാക്കിയുള്ള അംഗങ്ങളിൽ നിന്നുമൊക്കെ വരുന്നു. സോ അതൊക്കെ നിർവഹിക്കാൻ നമുക്ക് കേപ്പബിൾ ആകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിലുള്ള ഒരു ക്രമീകരണം ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയൊരു പ്രഷർ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ജാക്ക് മാ പറഞ്ഞ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. അതായത് 30 വയസ്സ് വരെ എക്സ്പെരിമെൻറ്റേഷനാണ്. 30നും 40നും ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഫീൽഡിലാണോ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നല്ല ഒരു ഫീലിംഗ് അല്ലെങ്കിൽ പാഷൻ കിട്ടിയത് ആ ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 40 വയസ്സിന് ശേഷമാണ് ശരിക്കുമുള്ള നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് തീർച്ചയായും നല്ല ഒരു ടൈം സ്കെയിലാണ്. പലതും പഠിക്കാനുണ്ട് ഇതിൽ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്ന നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് മുതൽ 30 അല്ലെങ്കിൽ 40 വരെയുള്ള സമയം, അതിൽ നിങ്ങൾ കാശ് സേവ് ചെയ്യാനും അതോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ മേഖലയിൽ, പ്രത്യേകിച്ച് എൻജിനീയറിംഗ് പോലുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പോലുള്ള ഫീൽഡിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള ഒരു അറിവ് അല്ലെങ്കിൽ വിവരം ലഭിക്കുന്നില്ല. പല ആൾക്കാരും കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാശ് ചിലവാക്കുകയും ക്രെഡിറ്റ് കാർഡിലും പേഴ്സണൽ ലോണിലും ജീവിക്കുന്നൊരവസ്ഥയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ കൂട്ടുകയും നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ ബുദ്ധിമുട്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. പല കൂട്ടുകാർക്കും കരിയർ എന്നുള്ളത് കാശുണ്ടാക്കുക, ആ കാശിൽ കൂടി അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, കാറ് വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മിനിമം സേവിങ്സ് ഉണ്ടാവുക, ആ സേവിങ്സിന് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കുക എന്നൊക്കെയുള്ളത് നല്ല കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിലും അല്ലാതെയും. സോ അതൊക്കെ കാണുക, സ്വയം ആ രീതിയിലുള്ള ഒരു ശ്രമം നടത്തുക. നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കരിയർ ചേഞ്ചസിനോ അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും വളരെ എളുപ്പമായിരിക്കും. കാര്യമായി പ്രഷർ ഫീൽ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് രാവിലെ ശരിക്കും ഈ എപ്പിസോഡ് ചെയ്യാൻ കാരണമായ ഒരു കാര്യം നടന്നിരുന്നു. അറിയപ്പെടുന്ന ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മോൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അവൻ്റെ കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ജോബുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സോ അവനൊരു പ്രത്യേക ഫീൽഡിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അതിനിടയിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഗൾഫിൽ വന്ന് അറ്റ്ലീസ്റ്റ് ഈ ഗൾഫുമായി ബന്ധപ്പെട്ട് ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം വേറൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്നു. സോ 2 രീതിയാണ്. ഒന്ന്, ഓൾറെഡി അയാൾ ട്രെയിൻഡായ ഒരു ഫീൽഡുണ്ട്. മറിച്ച് 2-3 വർഷം ഒരു ബ്രേക്ക് എടുത്ത് വേറൊരു ഫീൽഡിൽ വേറൊരു സ്ഥലത്ത് ജോബ് ട്രൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഗൾഫിൽ അവർക്ക് ഒരു കരിയർ പ്രോസ്പെക്റ്റ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. തീർച്ചയായും ഇത് ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. നമുക്കൊരു പ്രത്യേക മേഖലയോടാണ് താല്പര്യം, അങ്ങോട്ടാണ് പോകേണ്ടത് എങ്കിൽ ആ ഫീൽഡിലേക്കുള്ള ബേബി സ്റ്റെപ്സാണ് എടുക്കേണ്ടത്. ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും അങ്ങോട്ട് നീങ്ങാനുള്ള ശ്രമം നടത്തുക. നമ്മുടെ കരിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള വളർച്ചയാണ് കാണേണ്ടത്. എത്ര ചെറിയ ജോബായാലും എത്ര ചെറിയ കോഴ്സായാലും അത് ചെയ്താൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ മേഖലയിൽ എത്തിപ്പെടാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റുന്ന കാര്യമായിരിക്കണം ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ പിന്നീട് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഈ ബേബി സ്റ്റെപ്സൊക്കെ കാരണമായി തീരും എന്നുള്ളതാണ്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, നെവർ സെറ്റിൽ. മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം, മാക്സിമം
എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ ഫോക്കസ്ഡായ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയെ ഓർഗനൈസ് ചെയ്തതും ആ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ് നേടിയതും. സോ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നല്ല ഒരു രീതിയിലുള്ള അറിവ് നേടുന്നതാണ് ഫോക്കസ് ചെയ്യാനുള്ള ആദ്യത്തെ നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പല ആൾക്കാരും ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ കരിയർ റിലേറ്റഡ് വീഡിയോസും റിസോഴ്സസും ഉപയോഗിക്കുന്നത്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും പോയിൻ്റാണ് നല്ല ഒരു സപ്പോർട്ടീവ് ഫാമിലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് യങ്സ്റ്റേഴ്സ് എന്നുള്ളത് ആണായാലും പെണ്ണായാലും ബോയ് ആയാലും ഗേൾ ആയാലും രണ്ടുപേരും എഡ്യൂക്കേറ്റഡാണ്. സോ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്റ്റീവായ ഡിസ്കഷൻ നടത്താനുള്ള ബേസുണ്ട്, പ്ലാറ്റ്ഫോമുണ്ട്. രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ജോലി ചെയ്യാനും നേടാനും ഒക്കെയുള്ള താല്പര്യവും ഉണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ. കല്യാണത്തിന് ശേഷവും ആ രീതിയിലുള്ള ഒരു മ്യൂച്വൽ സപ്പോർട്ടീവായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല നിങ്ങളുടെ രണ്ടുപേരും സെലക്റ്റീവായ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഒരാൾ വീട് അല്ലെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യും, മറ്റേയാൾ പ്രൊഫഷണലി ഇൻകം ജനറേറ്റ് ചെയ്യും, എന്നാൽ അതും ഒരു നല്ല കാര്യമാണ്. അത് അവർ ഇടയിലുണ്ടാകുന്ന ഒരു ഡിസിഷനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഏതായിരുന്നാലും ഈ എപ്പിസോഡിൽ പറയാനുള്ളത് അങ്ങനെ നല്ല രീതിയിലുള്ള മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഉള്ള ഒരു വളർച്ചയാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയെ തകർക്കാതെ തന്നെ നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും. സോ എൻ്റെ കാര്യത്തിൽ ഞാൻ ബിടെക് ചെയ്തത് കല്യാണത്തിന് മുമ്പാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് MBA ചെയ്തതും MSc ചെയ്തതും. സോ അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ചത്. അവൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ ബിരുദം നേടിയിട്ടുണ്ട്. തുടർന്നുള്ള പഠനത്തിനും അവൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും അതും അവൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം ജോലിയുമായി ബന്ധപ്പെട്ടും അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുമുണ്ട്. മാത്തമാറ്റിക്സിൽ ആളൊരു പുലിയുമാണ്. ഏതായിരുന്നാലും അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്ക് ചില കാര്യങ്ങളിൽ ജീവിതത്തിൽ ചില കോംപ്രമൈസസ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് ജീവിതത്തിൽ നല്ല കാര്യങ്ങളായിരിക്കില്ല നൽകുന്നത്. പക്ഷേ മ്യൂച്വലി സപ്പോർട്ടീവായ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വളർച്ചയും നൽകും എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഈ ടോപ്പിക്ക് പറയുമ്പോൾ ബാക്കി എപ്പിസോഡുകളിൽ കണ്ട ആ ആത്മവിശ്വാസം തീർച്ചയായും എനിക്കില്ല. കാരണം ആ ടോപ്പിക്കിൻ്റെ കോണ്ടൻറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. ചെറിയൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാറ്റി നിർത്തിയാണ് ചെയ്തത്. കാരണം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, തള്ളിക്കളയേണ്ട കാര്യമില്ല. മരണം പോലെ കല്യാണവും ഒരു സത്യമാണ്. അത് വരും, നിർവഹിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചും വരും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.